മുഴുക്കെ വിളംബരം ചെയ്യേ യജമാന് ദേവിയുടെ അരുൾപ്പാട് കിട്ടിയെന്ന്. യജമാനന്റെ ദേഹത്ത് ഭഗവതി അമ്മ കൂടിയിരിക്കുന്നു. നാട്ടുകാരെല്ലാവരും ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് വരേണ്ടതാണ്. അമ്മേ ഭഗവതി, ഇത്രയും കാലം കഴിഞ്ഞ് എപ്പോഴാണോ ഞങ്ങളെ ഓർമ്മ വന്നത്? ഈ നാട്ടുകാരുടെ ക്ഷാമം കൊണ്ട് വലഞ്ഞിരിക്കുക. എന്ത് രോഗമാണെന്ന് അറിയില്ല. ജനങ്ങൾ ഓരോരുത്തരെയും ഭരിച്ചോണ്ടിരിക്കുകയാണ് അമ്മേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അമ്മേ. കൈവിടല്ല അമ്മേ. എന്റെ വാക്കുകൾ കേൾക്കണം മക്കളെ. എനിക്ക് പൂജകൾ നടത്തണം എന്റെ മക്കളെ. നിങ്ങൾ എനിക്കൊരു കുറവ് വരുത്തി മക്കളെ. ഇത് ദേവിയുടെ കൽപ്പനയാണ് മക്കളെ. എന്താണ് പറയാനുള്ളത് ദേവി? ഈ ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് യജമാനന്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കരുത് മക്കളെ. യജമാനന്റെ മക്കളുടെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കരുത്. അവനെ പോലെ രക്തത്തിൽ കുളിച്ച് കിടക്കേണ്ടി വരും. അമ്മേ ഭഗവതി, തെറ്റുപറ്റിപ്പോയി. ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. തെറ്റായി പോയി ഭഗവതി അമ്മേ. നിങ്ങൾ വരച്ച വരൽ ഞങ്ങൾ ഇനി നിൽക്കും. എടാ ഭഗവതിയുടെ ആടിങ്ങനെ കൊണ്ടുവാ. അമ്മേ, ഞങ്ങളടുത്ത് എന്തിനാ ഇത്രയും ദേഷ്യം? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്തെങ്കിലും തെറ്റ് കണ്ടെങ്കിൽ ഞങ്ങളോട് പറയ്. നിങ്ങളുടെ ആടിനെ വളർത്തിയവൻ ചത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം? പറയൂ അമ്മേ, പറയൂ. അവൻ ചത്ത എന്താ അമ്മേ? ഇതിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കാന്നേ. സമാധാനിക്കേ അമ്മേ, ഒന്ന് സമാധാനിക്കേ. ആ നല്ല വെള്ളം നൽകിയേ. 12 വർഷം ഇതിനെ സംരക്ഷിക്കാം അമ്മേ. ഞങ്ങള് കൺമണി പോലെ ഇതിനെ നോക്കിക്കോളാം. അമ്മ ശാന്തിയാകൂ അമ്മേ, ശാന്തിയാകൂ. ആണാടിന്റെ മേളിൽ വെള്ളം തളിക്കുന്നതിന് മുന്നേ യജമാനെ പിടിക്കുമെന്നോർത്ത് അദ്ദേഹം ഭയന്നു. പക്ഷേ ഭഗവതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഭഗവതി നമ്മളെ രക്ഷിച്ചു. നന്ദി ദേവി, ഒരുപാട് നന്ദി. അതെല്ലാം അനുഗ്രഹിച്ചല്ലോ. ഭഗവതി അനുഗ്രഹിച്ചല്ലോ ദേവി. ഈ നാട്ടുകാരെല്ലാവരും ദേവി ഭഗവതിയുടെ ആടിനെ ഏറ്റെടുത്തത് കൊണ്ട് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ നോക്കി. ദേവി ഇത്രയും നാള് കഴിഞ്ഞ് ഇപ്പോഴാണോ കരുണ കാണിക്കുന്നത്? രാത്രി പകലിൽ നിന്നും ആരും തന്നെ നോക്കിയില്ല. എടാ ശിവരെ, ഈ ആടുകളുടെ കൂടെ ഇതിനെ മേച്ചോണ്ട് പോ. തിരിച്ചു വരുമ്പോ ഇവിടെ കെട്ടിയിട്ടേക്ക് ഞങ്ങള് നോക്കിക്കോളാം. ഇത് വാങ്ങിച്ചോടാ മോനെ, വാങ്ങിച്ചോ. ആ പിടിക്ക്. ഞങ്ങളുടെ പള്ളിക്കൂടത്തിലെ മാഷ് ഞങ്ങളെ എന്തുകൊണ്ടാ താഴ്ന്നു കാണുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ പള്ളിക്കൂടത്തിനകത്ത് പോയി ഇരിക്കുന്നത് എന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമായിരുന്നു. ഞങ്ങൾക്കത് മനസ്സിലാകുമ്പോൾ ഇദ്ദേഹം നാട്ടുകാരുടെ വിശ്വാസത്തിന് ദേവി ഭഗവതിയുടെ പേരും പറഞ്ഞ് പറ്റിക്കാൻ നടത്തണം എന്റെ മക്കളെ. നിങ്ങൾ എനിക്കൊരു അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് ഞാൻ നാട്ടുകാരോട് പറയാത്ത ദിവസങ്ങളില്ല. പക്ഷെ അവിടെയുള്ള ആരും തന്നെ എന്നെ വിശ്വസിക്കാനും തയ്യാറല്ല. മുത്തശ്ശി, അവര് കള്ളം പറയാ. നിങ്ങളുടെ പേരക്കുട്ടിയും പള്ളിക്കൂടത്തിലോട്ട് വിട്. രണ്ടാളും പഠിച്ചോളും. ഭഗവതി പറയുന്ന കള്ളമാണെന്നാ പറയുന്നത്. പോടാ അവിടുന്ന്, പോ. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം അനുസരിക്കണം. വർഷങ്ങളോ കടന്നുപോയി. മനുഷ്യന്മാരോ മരിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിലൊരു മാറ്റവുമില്ല. അവസാനം എല്ലാരും കൂടി ചേർന്ന് എന്നെ ഒരു പ്രാന്തനെ പോലെ കാണാൻ തുടങ്ങി. എന്റെ വാക്കുകൾ കേൾക്കണം മക്കളെ. എനിക്ക് പൂജകൾ നടത്തണം എന്റെ മക്കളെ. നിങ്ങൾ എനിക്കൊരു കുറവ് വരുത്തി മക്കളെ. ഇത് ദേവിയുടെ കൽപ്പനയാണ് മക്കളെ. ഈ ജനങ്ങളെ എന്തിനാണ് ഇവിടെ വന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ആടാടിനെ പോറ്റാൻ നോക്കണം. കേൾക്കണം മക്കളെ.
എനിക്ക് പൂജകൾ അങ്ങനെ എന്റെ പേര് ഈ നാട്ടില് ശിവനിൽ നിന്നും ഭ്രാന്തൻ എന്നെല്ലാരും വിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെന്നെ വ്യത്യാസമായി കണ്ടാൽ പോലും എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളുണ്ട്. അവനാണ് എന്റെ ഏക സുഹൃത്ത്. തഹസിൽദാർ ഈ നാട്ടിലെ അസുഖം ഗുണപ്പെടുത്താനായിട്ട് മരുന്നുകൾ കൊണ്ടുവന്നു. പക്ഷേ അത് യജമാൻ തടഞ്ഞു. പിന്നെ ഈ പാംപ്ലേറ്റിലോ? കൊടുക്ക്, ഇവിടെയുള്ള എല്ലാവർക്കും. ഇങ്ങനെ പോയി അങ്ങനെ വരുന്നു പറഞ്ഞല്ലേ സാറേ? ഇരിക്കടാ, ഇങ്ങനെ പോയി ഇങ്ങനെ വരാനായിട്ട് ഇവിടെയാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഡൽഹി പോയി വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഡൽഹിയോ? റിപ്പോർട്ടൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം വന്ന റിസൾട്ട് എന്താന്ന് വെച്ചാ കാലറ. എന്ത്? ഈ നാട്ടിൽ വന്നിരിക്കുന്നത് കാലറ. ഈ പാംപ്ലെറ്റിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു കാണിച്ചു തരാം, കേട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പഠിച്ച തലയിക്കാറിലാണോ നിങ്ങൾ പറയുന്നേ? വാ, നിങ്ങൾ എന്നെ വായിച്ചു നോക്കിക്കോളൂ. വാ വാ, എന്നാ വെച്ചോ. എന്നാ നീ എടുത്തോണ്ട് പോ. നിങ്ങൾ കേട്ടോ പോകുന്നേ? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് ഞങ്ങളാരും പാംപ്ലെറ്റ് പഠിച്ചില്ല. അതുകൊണ്ട് വെറും ഒരു കടലാസായി മാറി. അല്ലടാ, എന്താ ഇത്? എനിക്കറിയില്ല, അതിൽ തന്ന് എന്തോ വായിക്കാൻ പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ലല്ലോ. എന്താടാ, എങ്ങനെയുണ്ട്? ഇപ്പോഴും തലക്കുനിയിലല്ലേ? നോക്ക്, അങ്ങനെ തന്നെ നോക്ക്. ഞാൻ പ്രവചിച്ചെല്ലാം കള്ളവാണെന്ന് നാടകം പറഞ്ഞില്ലേ? എന്നിട്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? അവസാനം ഒരു ഭ്രാന്തനെ പോലെ. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം നിന്റെ അച്ഛൻ എന്റെ മുന്നേ വന്ന് നിന്നെ പഠിപ്പിക്കുന്നു പറയാൻ? ഇപ്പൊ കണ്ടില്ലേ, നിന്നെ പോലുള്ള അടിമകൾ ഒരിക്കലും പഠിക്കാൻ പിരിയാത്ത വിധം ഞാൻ ചെയ്തു വെച്ചത്. ഞങ്ങളുടെ ജീവിതം നീ നശിപ്പിച്ചു. ഇനി നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല. ഞാനും ശബ്ദം ഉയർത്തിയാ സംസാരിക്കുന്നേ, കേട്ടോ? എടോ വിടറോ, വിടാൻ വേണ്ട, അവനെ വിട്. ഈ നാട്ടില് നിന്നെ തല്ലിയിട്ട കുടിക്കാൻ പോലും വെള്ളം തരാൻ ഒരുത്തിനുമില്ല. അപ്പോഴാണോ നീ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ നോക്കണേ? കൊണ്ടുപോടാ, കൊണ്ടുപോവാ, കൊണ്ടുപോവാ, കൊണ്ടുപോടാ. അതൊന്നും എനിക്ക് കാണണം. അവനെ വിട്ടേക്കേ. എന്നെ പള്ളിക്കൂടത്തിലോട്ട് വിട്, എനിക്ക് പഠിക്കണം. ഈ നാട്ടിൽ പഠിച്ചിട്ട് നീ എന്താണ് ചെയ്യാൻ പോണേ? എന്താണ് ഇതൊക്കെ? നീ എന്താണ് സാധിക്കാൻ പോകുന്നത്? ഈ പ്രശ്നമൊന്നും നമുക്ക് വേണ്ടടാ. യജമാനന്റെ തല അടിച്ചു പൊട്ടിച്ചാലും ഒരു കാര്യം നല്ലതായിട്ട് മനസ്സിലാക്കി തന്ന നാട്ടുകാരും തന്നെ ഞാൻ പറയുന്ന കേൾക്കില്ല എന്ന്. അതുകൊണ്ടാ ആ നിമിഷം തന്നെ ഞാൻ തീരുമാനമെടുത്ത് പഠിത്തം എന്ന് ആരംഭിച്ചാൽ അതെന്റെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന്. മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് അയച്ചു വിടും. ചേട്ടാ ഒന്ന് നിർത്തി ചേട്ടാ, ആരോ അവിടെ വീണ് കിടക്കുന്നു, കണ്ടോ? അയ്യോ, നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്ത് വെച്ചളിയാ? അതാ യജമാൻ അവനിട്ട് പണി കൊടുത്തിട്ട് പോയതാ. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മോളെ, നീ എന്തിനാ വെറുതെ ആ സാരിയിട്ട് കീറുന്നേ? എന്തിനാ അവൻ കള്ളം പറയുകയാണെന്ന് നീ എല്ലാരോടും പറയുന്നേ? ഈ നാട്ടിലുള്ളവർ ആരും വിശ്വസിക്കില്ല. അയ്യോ ചേട്ടാ, 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 വെള്ളം തരൂ, വേഗം തരൂ. ഇതാ ഇതാ, കുടിക്കേ. അവന് വെള്ളം കൊടുത്തതൊക്കെ മതി. നീ ഒന്ന് വരാൻ നോക്കിയേ. വാ, പെട്ടെന്ന് വാ. എനിക്കറിയാം അവൻ കള്ളം പറയുവാണ്. വേഗം നീ വാ. പറഞ്ഞതാണ് സത്യമെന്നും. നോക്കി സൂക്ഷിച്ച്. ചേട്ടാ നിക്ക്, ഞാൻ വരുന്നു. വേഗം കേറിയിരിക്കേ. എന്നും ഉണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് വരും. നിന്നെ പറഞ്ഞൊരു കാര്യമല്ല, ബാക്കി എന്നെ പറയണം.